ടോയ് ഗ്രേഡിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 4x4 ഒരു RC കാറാണ്. ഈ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കസ്റ്റമർ അധികം ഉപയോഗിച്ചിട്ടില്ലെന്ന്. ഇതിനെന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് വന്നപ്പോൾ വേറെ എവിടെയോ സർവീസിന് കൊടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആണെന്നും പറഞ്ഞ് ബാറ്ററിയൊക്കെ പുതിയത് ഇട്ട് കൊടുത്തു വിട്ടാണ്. അതിനുശേഷം 2 ദിവസമായിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം വീണ്ടും ആ ഒരു പഴയ കംപ്ലൈന്റ് വന്നു. ഇതാണ് ആ ഒരു പുതിയ സെറ്റ് ചെയ്ത ബാറ്ററി. ഇതിന്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടത് ഈ ഒരു ചാർജറാണ് ഈ ഒരു RCക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ RCയുടെ ഉള്ളിൽ വയറിങ് എന്തോ സംഭവങ്ങളൊക്കെ മാറ്റിയിടണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഏതായാലും ഈ RC ഒന്ന് അഴിച്ചു നോക്കാം. ഏതായാലും ഈ ബാറ്ററി ഇട്ടിട്ട് ഈ വണ്ടി ഓണായി കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് അഴിച്ചു നോക്കാം. ഈ ഒരു RCയുടെ മാക്സിമം വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7.4 വോൾട്ട് ബാറ്ററി ആണ്. അതിനാണ് കൊണ്ടുപോയിട്ട് 9.6 വോൾട്ട് ബാറ്ററി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 7.4 വോൾട്ട് നമ്മുടെ സർവീസ് ബാറ്ററി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി കൊണ്ട് നമ്മൾ ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിന്റെ ബോർഡൊക്കെ ഡാമേജ് ആയി പോകണമെന്ന് അറിയാൻ പറ്റില്ല. ഇത്ര വോൾട്ടേജ് അല്ലേ കൂട്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കസ്റ്റമർക്ക് ഭാഗ്യമാണ് കേട്ടോ. ബോർഡിന് യാതൊരുവിധ കംപ്ലൈന്റും പറ്റിയിട്ടില്ല. ഇതിന്റെ സ്വിച്ച് ഒക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. ചിലപ്പോൾ ഓവർ വോൾട്ടേജ് വന്ന കാരണം സ്വിച്ച് കത്തിപ്പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലെ LED ഡാമേജ് ആയി പോയിട്ടുണ്ട്. ബോർഡിന് ഏതായാലും യാതൊരുവിധ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഇതിൽ പുതിയൊരു 7.4 ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് ഇതിന്റെ സോക്കറ്റൊക്കെ മാറ്റി ഇതിന്റെ കമ്പനി സോക്കറ്റ് പോലെ സെറ്റ് ചെയ്ത് അതേപോലെ കമ്പനി പാക്കിംഗ് ആണ് ബാറ്ററി ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇതേപോലെ അല്ല കേട്ടോ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏതോ ആംപ്ലിഫയറിന് കൊടുക്കുന്ന ആൾക്കാരായിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നണ കേട്ടോ. അപ്പം നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. വണ്ടി ഇപ്പം നല്ല അടിപൊളിയാറുണ്ട് കേട്ടോ.